കോഴിക്കോട് ഫ്രഷ് കട്ടിൽ SDPI അതിക്രമത്തിൽ പങ്കെടുത്ത ഒരാൾ കൂടി പിടിയിൽ. അമ്പലക്കുന്നുമേൽ റാമീസാണ് വലയിലായത്. രാജസ്ഥാനിലെ ജയ്പൂർ എയർപോർട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 30ആയി. താമരശ്ശേരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി അനഘ ഹർഷനൊപ്പം ചേരുന്നു. അനഘ, പറയൂ. കൃഷ്ണരാജ്, താമരശ്ശേരി അറിവ് മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ടിൽ അതിക്രമം നടത്തിയതിന്റെ പേരിൽ SDPI പ്രവർത്തകരായിരുന്നു ഈ ഏകപക്ഷീയമായി ഫ്രഷ് കട്ട് എന്ന സ്ഥാപനത്തിൽ അതിക്രമം നടത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നത്. റമീസ് എന്ന താമരശ്ശേരി സ്വദേശി കൂടിയായിട്ടുള്ള റമീസ് ആണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ഇയാൾ ഒളിവിലായിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ രാവിലെയാണ് ഇയാൾ ജയ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയത്. അവിടെ വെച്ചാണ് വിമാനത്താവളത്തിലുള്ള അധികൃതർ ഇയാളെ തടഞ്ഞു വെക്കുകയും പിന്നീട് താമരശ്ശേരി പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൃഷ്ണരാജ്, ഈ ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട് നിലവിൽ 30 പേരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇതിൽ 351 പേർക്കെതിരെ പോലീസ് കേസെടുത്ത് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിലാണ് DYFI SDPI പ്രവർത്തകരടക്കം 30 പേരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ സംഘർഷം ഏകപക്ഷീയമായി ഒരു പ്രദേശത്തെ ആളുകൾ ഈ അറിവ് മാലിന്യ സംസ്കരണം കേന്ദ്രം ആ പ്രദേശത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ കുറെ മാസങ്ങളായി ഈ ഫ്രഷ് കട്ട്സിനോട് ചേർന്നുകൊണ്ട് ഇത്തരം സമരം നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസമാണ് SDPI പ്രവർത്തകർ അല്ലെങ്കിൽ മതമൗലികവാദ ശക്തികൾ ഈ സംഘർഷത്തിലേക്ക്, ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറുകയും ഏകപക്ഷീയമായി വലിയ രീതിയിലുള്ള അതിക്രമം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തത്. ഫാക്ടറി അടിച്ചു തകർക്കുന്നു. ഫാക്ടറിയിൽ അന്നുണ്ടായിരുന്ന 11ഓളം ജീവനക്കാരെ തീയിട്ട് കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ കണ്ടെത്തലാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. അതായത് ഈ സംഘർഷത്തിന് നേതൃത്വം നൽകിയത് മതമൗലികവാദ ശക്തിയായ SDPI ആണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ SDPI മാത്രമല്ല മറ്റ് പല ശക്തികൾക്കും ഇതിൽ പങ്കുണ്ട് എന്നുകൂടി പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. അവർക്കായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ് എന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ അറസ്റ്റിലായവരുടെ ഫോൺ രേഖകളും ഒക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കൃഷ്ണരാജ്, കോഴിക്കോട്ട് ഫ്രഷ് കട്ടിലെ SDPI അതിക്രമത്തിൽ പങ്കെടുത്ത ഒരാൾ കൂടി കഴിഞ്ഞ ദിവസം ജയ്പൂരിൽ നിന്ന് പിടിയിലായി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.